ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒത്തിരി വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുണ്ട്. കുറേ വിദ്യാർത്ഥികളും പേരൻസും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ നിലവിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിസിക്സിൻ്റെ അതോടൊപ്പം തന്നെ ബയോളജിയിലെ ബോട്ടണിയുടെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്ത് തന്നു. ഫിസിക്സ് ഒക്കെ ഒത്തിരി വിദ്യാർത്ഥികൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സമയത്തിനനുസരിച്ചിട്ട് എല്ലാവർക്കും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി വിദ്യാർത്ഥികളാണ് ഡൗട്ട്സ് ചോദിച്ചു വരുന്നത്. നമ്മളിതെല്ലാം ഫ്രീ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ അതിൻ്റെ ഒരു ടൈം ലാഗ് ആണ് നമുക്കിപ്പോൾ വരുന്നത്. ഇനി ഈ വീഡിയോ ആർക്കൊക്കെ പ്രയോജനപ്പെടും? ഈ വീഡിയോ ഇതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ നിലവിൽ +1ലേക്ക് കയറിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിനാണെങ്കിൽ കൂടി പ്രധാനപ്പെട്ട ടോപ്പിക്സുകളെല്ലാം പറയുന്നുണ്ട്. +1ലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങളുടെ ആ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പോർഷൻസ് ഏതൊക്കെയാണ്, നിങ്ങൾ ഏത് പോർഷൻസിനെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ കിട്ടും. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിലേക്ക് കടക്കാം. മക്കളെ, ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഡബിൾ പാസ് വേണം, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഇനി A+ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്, ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്കിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉപകാരപ്രദമാകാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി കൺഫ്യൂഷൻ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കുള്ള നോട്ട്സും PYQസും ഒക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിൽ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ കുറേ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പോർഷനിലേക്ക് പോവാം. ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, കാരണം ഒരു പോയിന്റ് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരു കാര്യത്തോടെയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണെന്ന് പറയാം. നമ്മൾ ടോപ്പിക്സുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ DM-ലേക്ക് വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ മാറ്ററിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം മാറ്ററിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസിക് ആയിട്ട് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിനകത്ത് നിങ്ങൾ എന്താണ് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്? ഹോമോജീനസ് മിക്സ്ചർ എന്താണ്, ഹെട്രോജീനസ് മിക്സ്ചർ എന്താണ്, എലമെന്റ്സുകൾ എന്താണ്, കോമ്പൗണ്ട്സുകൾ എന്താണ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പരീക്ഷയ്ക്ക് പലതവണ ഹെട്രോജീനസ് മിക്സ്ചർ ആൻഡ് ഹോമോജീനസ് മിക്സ്ചറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹെട്രോജീനസ് മിക്സ്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം പഠിക്കുമ്പോൾ ഈ 4 സാധനത്തിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം ഇതിൽ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് വേറെ ചോദിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരും, എന്നിട്ട് ഇതിനെ സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാമെന്ന് ചോദിക്കും. അപ്പം നമ്മളതിൽ ഹോമോജീനസ് മിക്സ്ചർ, ഹെട്രോജീനസ് മിക്സ്ചർ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ് എന്നിങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ അത് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ എന്താണ് കാര്യമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ആദ്യം ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു വാല്യൂ തരും, അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതൊരു 1 മാർക്ക് ചോദ്യം ഫിസിക്സിലായാലും കെമിസ്ട്രിക്കായാലും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണത്. ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു 3 ടോപ്പിക്കിൽ ഒന്നാണ് നമ്മുടെ ലോസ്. ഓക്കെ, അതിൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഒരു 5 ലോസ് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് 3 ലോസ് പഠിക്കണം. ഏതൊക്കെയാണ് ആ 3 ലോസ്? ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആൻഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഈ 3 ലോസും വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ പഠിക്കണം. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ തന്നിട്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ലോ ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. പൊതുവെ
നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ലോയാന്ന് ചോദിക്കുന്നു പറഞ്ഞില്ല. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടായി. അപ്പം ആ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. കാർബണും ഓക്സിജനും കൂടെ ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡും ഉണ്ടാകുന്നിട്ടുള്ള എക്സാമ്പിൾ. അതുപോലെ നൈട്രജനും ഓക്സൈഡും കൂടെ ചേർന്നിട്ട് നൈട്രജൻ ഡയോക്സൈഡും നൈട്രിക് ഓക്സൈഡും ഉണ്ടാവുന്ന എക്സാമ്പിൾ. സോ നൈട്രിക് ഓക്സൈഡ് ഒക്കെ ഉണ്ടാകുന്ന എക്സാമ്പിൾ. സോ ഈ മൂന്ന് സാധനങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും അതിൽ മൾട്ടിപ്പിൾ പ്രപ്പോർഷനിൽ ചോദിക്കാറുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പൊ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അത്രയും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിദ്യാർത്ഥികൾ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഇതിൽ പഠിക്കുമ്പോൾ എല്ലാ ലോസിന്റെയും പ്രധാനപ്പെട്ട അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക, ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് പഠിക്കുക, അതിന് എക്സാമ്പിൾസ് കൂടി പഠിക്കുക. ഇത്രയാണ് നമ്മൾ ഈ ലോസിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത്. പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലോസ് എന്ന് പറയുന്നത്. സോ അതിൽ യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാണ്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തതാണ് മോൾ കൺസെപ്റ്റ്. പൊതുവെ വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു പോർഷനാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം, നമുക്ക് അതിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്താണെന്ന് അറിയില്ല. എന്താണ് മോൾ എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ പ്രോബ്ലംസ് ചെയ്യേണ്ടതെന്നോ നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മളത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ പോലും വിദ്യാർത്ഥികൾ ചെയ്യാറില്ല. കാരണം എന്താ? അതിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിയറിയോ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. സോ ഇതിനകത്ത് നമുക്ക് എന്താണ് മോൾ എന്ന് പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ട 4 ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കാം. മിനിമം ഈ സാധനം പഠിച്ചാൽ പോലും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മോൾ കൺസെപ്റ്റ് എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒന്ന് അതിൽ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഒന്ന് എഴുതി പഠിക്കണം. റിപ്പീറ്റ് ആയിട്ട് പലതവണ എഴുതി പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻ ഓർമ്മ വരൂ. എന്നിട്ട് നമ്മൾ ഒരു 2-3 ചോദ്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇക്വേഷൻസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലടാ. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ തിയറി പോർഷൻസ് പഠിക്കുക. ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഷോർട്ടായിട്ട് എഴുതിയിട്ട് ഒരു നോട്ട്ബുക്കിൻ്റെ സൈഡിൽ ഷോർട്ടായിട്ട് എഴുതിയിട്ട് അത് റിപ്പീറ്റ് ആയിട്ട് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ഓരോ പ്രോബ്ലംസ്, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. ഇപ്പം ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ DM-ലേക്ക് വന്നിട്ട് ചോദിക്കാം. ഒരു മടിയും വിചാരിക്കണം. നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ ഒക്കെ പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ടടാ, പക്ഷെ നമുക്ക് ടൈമില്ല. ഒന്നാമത്തെ കാര്യം, ഞാനും സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് അതുപോലെ തന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ടൈം കണ്ടെത്തുന്നത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫുൾ ചാപ്റ്റർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം നമുക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. സോ ആ ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നതെന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ മോൾ കൺസെപ്റ്റ് പാടാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. നമുക്ക് യൂട്യൂബിലൊക്കെ നല്ല ക്ലാസ്സുകൾ കിട്ടും. നിങ്ങൾക്ക് മോൾ കൺസെപ്റ്റിന്റെ പ്ലസ് 1-ന്റെ മോൾ കൺസെപ്റ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളും ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് കണ്ട് നോട്ട്സ് ഒന്ന് എഴുതി വെച്ച് ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ലോസ് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്താണത്? എംപെരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഷുവർ ആയിട്ട് എഴുതി വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് നിങ്ങൾക്ക് എല്ലാ പരീക്ഷാ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണിത്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താ? എംപെരിക്കൽ ഫോർമുലയുടെയും മോളിക്കുലാർ ഫോർമുലയുടെയും ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ഇവ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിക്കുക. ഇത് വെച്ചിട്ട് ഒത്തിരി പ്രോബ്ലംസുകൾ ചോദിക്കും. നിങ്ങൾക്കറിയാം, ബോക്സ് ഒക്കെ വരച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ പ്ലസ് 1-ൽ ആദ്യം? ഈ സാധനം നിങ്ങൾക്ക് ബോക്സ് വരച്ച് തന്നെ ചോദിക്കും. ബോക്സ് വരച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസുകൾ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കും. എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനും അവസാനം മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനും എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് എംപെരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുതാത്ത ഒരു ടോപ്പിക്കാണ്. ആൻഡ് താഴോട്ട് വന്നാൽ, ഫൈനലി വന്നു കഴിഞ്ഞാൽ, ലിമിറ്റിംഗ് റിയേജന്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ തന്നെ പഠിക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് എന്താണ് എന്നതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ട് പ്രോബ്ലംസുകളും ഉണ്ട്, അതും കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, അതും പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടാണ്. ഈ പറഞ്ഞ ഒരു സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ്. അപ്പൊ അതാണ് അതിൽ വരുന്നത്. ഇനി കോൺസെൻട്രേഷൻ ടേമുകൾ, മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. മക്കളെ, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ
എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മൊളാരിറ്റി എന്താണ്, ഇതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത്, മൊളാലിറ്റി ആണോ മൊളാരിറ്റി ആണോ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ നിങ്ങളുടെ +1 എക്സാമിന് പോലും ഈ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ എടാ, നമുക്ക് ഈ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രി എക്സാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. അതായത് PYQ ക്വസ്റ്റ്യൻസ് തന്നെ ഏകദേശം ഒരു 46 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്, കെമിസ്ട്രി എടുത്തു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മാത്രം നമ്മളൊരു ഫോക്കസ് ഏരിയ ബേസ്ഡ് പറഞ്ഞു കൊടുത്ത് ഒരു 60-65ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിൽ 47 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പ്യുവർലി PYQ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടി കഴിയും എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ബേസിക് ആയിട്ട് ഈ ടോപ്പിക്സുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ആൻഡ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നോട്ട്സുകൾ എന്തായാലും കാണും. ഇനി നോട്ട്സ് ഇല്ലാത്ത മക്കൾക്കാണെങ്കിൽ നമ്മളിതാ നോട്ട്സിന്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. പിന്നെ എല്ലാ മക്കളും ചെയ്യേണ്ടത്, ഇമ്പ്രൂവ്മെന്റ് എഴുതുന്ന എല്ലാ മക്കളും നമ്മുടെ ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിന്റെ ബയോയിൽ +1 ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് വരും. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നമ്മൾ എല്ലാ നോട്ട്സും ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലും കൂടി നിങ്ങൾ എല്ലാ അപ്ഡേറ്റ്സുകൾ വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അവഗാഡ്രോ നമ്പർ കേട്ടോ, അവഗാഡ്രോ നമ്പർ നിങ്ങൾ പഠിക്കുക. അതൊക്കെ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. മൊളാലിറ്റി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള എഴുതിയെടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു PDF നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ PDF നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മൾ ആ PDFന്റെ ലിങ്കും കൊടുത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ കൂടെ നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ അതിലും കൂടെ കയറി കാണുക. പിന്നെ നിങ്ങൾ കാണുന്ന എല്ലാ മക്കളും എല്ലാവരും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇത്തിരി ലൈക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവ് ഒക്കെ കമൻറ്റിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ്, ഒരു സ്നേഹം, നിങ്ങളുടെ സ്നേഹം നിങ്ങൾ അറിയിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ്. സോ അതെല്ലാം ചെയ്യുക. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മടി വിചാരിക്കരുത്. മടി വെച്ചിട്ടിരുന്ന് നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ പഠിക്കണം, ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്, ഇനി ടൈമില്ല, ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ബൈ.